Good afternoon, all. Once again, welcome back to ICT class. Okay, today we are going to discuss about our last section of Part 1 ICT textbook. Okay, ICT Part 1 ടെക്സ്റ്റ് അവസാനത്തെ സെക്ഷനായ റാസ്മോൾ എന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, റാസ്മോൾ എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർ ആണ്. റാസ്മോൾ ഇസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർ. ഓക്കെ, യെസ്, ഓഫ് യു ടേക്ക് യുവർ പേജ് നമ്പർ 72. എല്ലാവരും 72-ാമത്തെ പേജ് നമ്പർ എടുക്കുക. ഓക്കെ, ഹിയർ ഫ്രം ചാർക്കോൾ ടു ജെം ബ്രൈറ്റ്നസ്, കരയിൽ നിന്ന് രത്നത്തിളക്കത്തിലേക്ക് എന്ന് പറയുന്ന സെക്ഷൻ. ഓക്കെ, യെസ്, you have learned in your chemistry textbook the phenomenon called allotropy, which explains how an element appears in various physical states. ഒരേ മൂലകം തന്നെ വ്യത്യസ്ത ഭൗതിക രൂപങ്ങളിൽ കണ്ടുവരുന്ന രൂപാന്തരത്വം എന്ന പ്രതിഭാസത്തെക്കുറിച്ച് നിങ്ങൾ രസതന്ത്ര പാഠപുസ്തകത്തിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, യെസ്, carbon atoms combine with each other to become molecules in cyclic forms or chain forms. കാർബൺ ആറ്റങ്ങൾ പരസ്പരം സംയോജിച്ച് വലയരൂപത്തിലോ ശൃംഖല രൂപത്തിലോ ആയ വലിയ തന്മാത്രകളായി മാറുന്നു. ഓക്കെ, യെസ്, ഇൻ നേച്ചർ വി ക്യാൻ സീ കാർബൺ ഇൻ ഡിഫറെൻറ്റ് ഫോംസ് ഫ്രം ചാർക്കോൾ ടു ഡയമണ്ട്. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദ ഡിഫറൻസ് ഇൻ ദ കോൺഫിഗറേഷൻ ഓഫ് ആറ്റംസ് ഇൻ മോളിക്യൂൾസ്. ഓക്കെ, പ്രകൃതിയിൽ കരി മുതൽ തിളങ്ങുന്ന വജ്രം വരെ വ്യത്യസ്ത രൂപങ്ങളായി കാർബൺ കാണപ്പെടുന്നു. തന്മാത്രകളിൽ കാർബൺ ആറ്റങ്ങൾ ക്രമീകരിച്ചിരിക്കുന്ന രീതിയിലുള്ള വ്യത്യാസമാണ് ഇതിന് കാരണം. തന്മാത്രകളിൽ കാർബൺ ആറ്റങ്ങൾ എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് അവിടെ വരുന്നത്. ഓക്കെ, ഈസ് ഇറ്റ് പോസിബിൾ ഫോർ us ടു ഫൈൻഡ് ഹൗ ആറ്റംസ് ആർ കൺഫിഗേർഡ് ഇൻ മോളിക്യൂൾസ്? ഓക്കെ, അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഹൗ ക്യാൻ വി ഒബ്സർവ് മോളിക്യൂൾസ് വിത്ത് എ കോംപ്ലക്സ് സ്ട്രക്ചർ? ഓക്കെ, എങ്ങനെയാണ് ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സങ്കീർണ ഘടനയോട് കൂടിയ തന്മാത്രാ മാതൃകകൾ നിരീക്ഷിക്കുന്നത്? അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് റാസ്മോൾ. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട്, we have done the construction and observation of molecules with a simple structure. We can observe the molecules with a complex structure using Rasmol software included by ITH School in New Linux. വളരെ ലഘുഘടനയോട് കൂടിയ തന്മാത്രകളുടെ നിർമ്മാണവും നിരീക്ഷണവുമാണ് നാം ഇതുവരെ നടത്തിയത്. ITH സ്കൂൾ ന്യൂ ലിനക്സിൽ ഉൾപ്പെടുത്തിയുള്ള റാസ്മോൾ, RASMOL, റാസ്മോൾ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സങ്കീർണ ഘടനയോട് കൂടിയ തന്മാത്രാ മാതൃകകൾ നിരീക്ഷിക്കാൻ പറ്റും. മുന്നേ നടത്തിയത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 8ാം ക്ലാസ്സിലെ ഒരു കെമിക്കൽ എന്ന സോഫ്റ്റ്വെയർ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൽ കുറച്ച് സംയുക്തങ്ങളുടെ അല്ലെങ്കിൽ കുറച്ച് കോമ്പൗണ്ട്സിൻ്റെ മാതൃകകളെല്ലാം നമ്മൾ നിരീക്ഷിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് റാസ്മോൾ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. എന്താണ് റാസ്മോൾ? വാട്ട് ഈസ് റാസ്മോൾ സോഫ്റ്റ്വെയർ? ഓക്കെ, എന്താണ് റാസ്മോൾ? റാസ്മോൾ ഈസ് എ സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ബൈ റോജർ സെയിൽ ടു ഒബ്സർവ് ദ 3-dimensional സ്ട്രക്ചർ ഓഫ് മോളിക്യൂൾസ്. ഓക്കെ, തന്മാത്രകളുടെ ത്രിമാന ഘടന നിരീക്ഷിക്കുന്നതിന് വേണ്ടി റോജർ സെയിൽ തയ്യാറാക്കിയ ഒരു സോഫ്റ്റ്വെയർ ആണ് റാസ്മോൾ. ഓക്കെ, the 3-dimensional form of molecules will be shown in different colors in the graphic screen of Rasmol software when we give the basic facts as file input. Usually extension files named protein data bank. Okay,
protein data bank or .pdb are given as input. എന്താണ്? തന്മാത്രയുടെ അടിസ്ഥാന വിവരങ്ങൾ അടങ്ങിയ ഫയൽ ഇൻപുട്ടായി നൽകിയാൽ അവയുടെ ത്രിമാന രൂപം വിവിധ വർണ്ണങ്ങളിൽ റാസ്മോൾ സോഫ്റ്റ്വെയറിന്റെ ഗ്രാഫിക് സ്ക്രീനിൽ ദൃശ്യമാകും. സാധാരണയായി പ്രോട്ടീൻ ഡാറ്റ ബാങ്ക് അഥവാ .pdb എന്ന എക്സ്റ്റൻഷനിലുള്ള ഫയലുകളാണ് ഇതിൽ ഇൻപുട്ടായി നൽകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, റാസ്മോൾ എന്ന സോഫ്റ്റ്വെയറിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഫയൽസ് .pdb എന്ന എക്സ്റ്റൻഷനോട് കൂടിയുള്ള ഫയൽസ് ആയിരിക്കും. .pdb എക്സ്പാൻഷൻ പ്രോട്ടീൻ ഡാറ്റ ബാങ്ക്. ഓക്കെ, PDB പ്രോട്ടീൻ ഡാറ്റ ബാങ്ക്. PDB ഫയൽസ് ആണ് റാസ്മോൾ സോഫ്റ്റ്വെയറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, വി ക്യാൻ ഒബ്സർവ് the molecular structure using RASMOL software. First you have to open RASMOL software. RASMOL software is under education category. Education category ലാണ് RASMOL എന്നുള്ള സോഫ്റ്റ്വെയർ ഉള്ളത്. There is an activity 5.12, observe the molecular structure of fullerene. ഫുള്ളറിൻ്റെ തന്മാത്രാ ഘടന നിരീക്ഷിക്കാം എന്ന് പറഞ്ഞ ഒരു ആക്ടിവിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഡയമണ്ട്, ഗ്രാഫൈറ്റ് ആൻഡ് ഫുള്ളറിൻ ആർ ദ അലോട്രോപ്സ് ഓഫ് കാർബൺ ഇൻ ക്രിസ്റ്റൽ ഫോം. കാർബണിൻ്റെ ക്രിസ്റ്റലാകൃതിയിലുള്ള രൂപാന്തരങ്ങളാണ് വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ തുടങ്ങിയവ. എ ലോട്ട് ഓഫ് കാർബൺ ആറ്റംസ് ആർ കമ്പൈൻഡ് ഇൻ ഇറ്റ്. എന്താണ്? ഇവയിൽ ധാരാളം കാർബൺ ആറ്റങ്ങൾ സംയോജിച്ചിരിക്കുന്നു. ഇവയൊക്കെ നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? രസതന്ത്രം പാഠഭാഗത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. The PDB files, PDB means protein data bank. PDB files of such complex molecules are available on internet. ഇത്തരം സങ്കീർണ തന്മാത്രകളുടെ PDB ഫയലുകൾ ഇന്റർനെറ്റിൽ ലഭ്യമാണ്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഈ റാസ്മോൾ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന പറയുന്നത്. ആ ഒരു ആക്ടിവിറ്റി നമുക്ക് ചെയ്യാം. ഫുള്ളറിൻ്റെ തന്മാത്രാ ഘടന നമുക്ക് നിരീക്ഷിക്കാം. ദ മോളിക്കുലർ സ്ട്രക്ചർ ഓഫ് ഫുള്ളറിൻ. അതിനായിട്ട് ആദ്യം പറയുന്നത് എന്താണ്? വി ഹാവ് ടു ഓപ്പൺ റാസ്മോൾ സോഫ്റ്റ്വെയർ, റാസ്മോൾ GTK വേർഷൻ സോഫ്റ്റ്വെയർ. റാസ്മോൾ ഇൻ ബ്രാക്കറ്റ്സ് GTK വേർഷൻ സോഫ്റ്റ്വെയർ എന്ന സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. അതിനായിട്ട് go to applications, education, റാസ്മോൾ GTK വേർഷൻ. അതെല്ലാവരും ഓർമ്മയിൽ വെക്കുക. ക്ലാസിക് വേർഷൻ അല്ല, GTK വേർഷൻ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ജസ്റ്റ് ക്ലിക്ക് ഓൺ ദാറ്റ്. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ബ്ലാക്ക് വിൻഡോ വരും അല്ലേ? റാസ്മോൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു വിൻഡോ വരും. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് ഫുള്ളറിൻ്റെ തന്മാത്രാ ഘടന, മോളിക്കുലർ സ്ട്രക്ചറാണ് നിരീക്ഷിക്കേണ്ടത്. അപ്പോൾ ആ ഒരു മോളിക്കുലർ സ്ട്രക്ചർ നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൽ സേവ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സ്കൂൾ റിസോഴ്സസ് ഫോൾഡറിൽ സ്റ്റാൻഡേർഡ് 9 എന്ന ഫോൾഡറിൽ നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഗോ ടു ഫയൽ, ദെൻ ഓപ്പൺ. എന്നിട്ട് എന്ത് ചെയ്യുക? ഹോം ഫോൾഡറിൽ പോയിട്ട് സ്കൂൾ റിസോഴ്സിൽ പോവുക, അതിൽ സ്റ്റാൻഡേർഡ് 9 പോവുക. സ്റ്റാൻഡേർഡ് 9 പോയി കഴിഞ്ഞാൽ ദ സെക്കൻഡ് ഫോൾഡർ PDB എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാവും. ആ PDB എന്ന് പറഞ്ഞ ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ദർ ഇസ് എ ഫയൽ fullerene.pdb. അവിടെ ഒരു PDB ഫയൽ ഉണ്ടാവും, fullerene.pdb എന്ന് പറഞ്ഞ്. ജസ്റ്റ് ക്ലിക്ക് ഓൺ ദാറ്റ് ആൻഡ് ക്ലിക്ക് ഓപ്പൺ. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ എന്താവും? ഇങ്ങനെ ഒരു മോളിക്കുലർ സ്ട്രക്ചറാണ് നമുക്ക് കിട്ടുക. എന്താണ് പറയുന്നത്? നമ്മളൊരു PDF ഫയൽ ഓപ്പൺ ചെയ്തു അല്ലേ? ദ വയർ ഫ്രെയിം മോഡൽ ഓഫ് ഫുള്ളറിൻ മോളിക്യൂൾ സ്ട്രക്ചർ വിൽ ബി വിസിബിൾ. എന്താണ്? വയർ ഫ്രെയിം മാതൃകയിൽ ഫുള്ളറിൻ തന്മാത്രയുടെ ഘടന ദൃശ്യമാകുന്നു. ഈ കാണുന്ന ഈ ഒരു സ്ട്രക്ചറിന് വയർ ഫ്രെയിം മോഡൽ എന്നാണ് പറയുന്നത്. ടു കൺവേർട്ട് ദിസ് ടു ബോൾ ആൻഡ് സ്റ്റിക്ക് മോഡൽ, സെലക്ട് ക്ലിക്ക് ഓൺ ദ ബോൾ ആൻഡ് സ്റ്റിക്ക് ഇൻ ദ ഡിസ്പ്ലേ മെനു. ഇതിനെ ബോൾ ആൻഡ് സ്റ്റിക്ക് മാതൃകയാക്കാൻ ഡിസ്പ്ലേ മെനുവിലെ ബോൾ ആൻഡ് സ്റ്റിക്ക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നാണ് പറയുന്നത്.
അപ്പോൾ ഇവിടെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ മെനു ഉണ്ട്. അവിടെ എന്ത് ചെയ്യുക, വയർ ഫ്രെയിം, ബാക്ക് ബോൺ, സ്റ്റിക്സ്, സ്പേസ് ഫിൽ, ബോൾ ആൻഡ് സ്റ്റിക്ക് എന്ന് പറഞ്ഞ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ബോൾ ആൻഡ് സ്റ്റിക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോൾ ആൻഡ് സ്റ്റിക്ക് മോഡലുള്ള ഫുള്ളറിൻ തന്മാത്രയുടെ ഘടന, ഫുള്ളറിൻ തന്മാത്രയുടെ മോളിക്കുലർ സ്ട്രക്ചർ നമുക്ക് കിട്ടും. ഓക്കെ, ഇത് നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തെന്താണ് പറയുന്നത്? യൂസിങ് ദ മൗസ് യു ക്യാൻ ടേൺ ദ മോളിക്യൂൾ ആൻഡ് ഒബ്സർവ് ഹൗ കാർബൺ ആറ്റംസ് ആർ കമ്പൈൻഡ് ഇൻ ഇറ്റ്. മൗസ് ഉപയോഗിച്ച് തന്മാത്ര യഥേഷ്ടം തിരിച്ച് കാർബൺ ആറ്റങ്ങൾ എങ്ങനെ സംയോജിച്ചിരിക്കുന്നു എന്ന് നിരീക്ഷിക്കാം. നമ്മളിപ്പോൾ ഓൾറെഡി അത് ടേൺ ചെയ്തു അല്ലേ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? ഈ തന്മാത്ര ഘടനയിൽ എത്ര കാർബൺ ആറ്റങ്ങൾ ഉണ്ട്, കാർബൺ ആറ്റങ്ങളുടെ എണ്ണം, ദ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദിസ് ഫുള്ളറിൻ മോളിക്യൂൾ, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക? അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എന്താണ്, വ്യൂ എന്ന മെനുവിൽ കമാൻഡ് പ്രോംപ്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. ദർ ഇസ് ആൻ ഓപ്ഷൻ കമാൻഡ് പ്രോംപ്റ്റ് ഇൻ ദ വ്യൂ മെനു. കമാൻഡ് പ്രോംപ്റ്റ് എന്നുള്ളതിന് ഷോർട്ട് കട്ട് കീ F7 ആണ്. F7 ക്ലിക്ക് ചെയ്താലും മതി. ജസ്റ്റ് ക്ലിക്ക് ഓൺ കമാൻഡ് പ്രോംപ്റ്റ്. ഓക്കെ, കമാൻഡ് പ്രോംപ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒരു ടെർമിനൽ വിൻഡോ വരും. ജസ്റ്റ് എന്ത് ചെയ്യുക, റാസ്മോൾ എന്ന് പറഞ്ഞ അവിടെ എന്ത് ചെയ്യുക, മൗസ് പോയിന്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ദെൻ ടൈപ്പ് സെലക്ട്, SELECT, സെലക്ട് കാർബൺ, സെലക്ട് കാർബൺ എന്ന് ടൈപ്പ് ചെയ്യുക. എന്തിനാണ് ഇത് ടൈപ്പ് ചെയ്യുന്നത്? ഫുള്ളറിൻ ഈ മോളിക്യൂളിൽ എത്ര കാർബൺ ആറ്റങ്ങളുണ്ട്, ദ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്, അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ കമാൻഡ് ചെയ്യുന്നത്. സെലക്ട് കാർബൺ. ഓക്കെ, സെലക്ട് കാർബൺ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് പ്രസ് എൻ്റർ, എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 60 ആറ്റംസ് സെലക്റ്റഡ് എന്ന് പറഞ്ഞ് ഇവിടെ കാണാൻ പറ്റും. 60 ആറ്റംസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരാക്ടിവിറ്റി. പിന്നെയുള്ള ഒരു ആക്ടിവിറ്റി പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കളർ മാറ്റാൻ പറ്റും. യു ക്യാൻ ചേഞ്ച് ദിസ് കളർ. ഓക്കെ, എങ്ങനെയാണ് കളർ ചേഞ്ച് ചെയ്യുന്നത്? കളർ ചേഞ്ച് ചെയ്യാൻ എന്താണ്, COLOR. ഓക്കെ, COLOR, യെല്ലോ എന്ന് കൊടുത്താൽ എന്താണ്, എൻ്റർ കീ പ്രസ് ചെയ്താൽ യെല്ലോ കളർ ആവും. അതേപോലെ COLOR, കളർ റെഡ് കൊടുത്താൽ എന്തായി, റെഡ് കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കളേഴ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എക്സാമിന് മിക്കവാറും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സേവ് ചെയ്യേണ്ട ഒരു രീതിയിലാണ് ചോദിക്കുക. ഓക്കെ, യു ക്യാൻ ടേക്ക് ദിസ് സ്ക്രീൻഷോട്ട് ഓഫ് ദിസ് സ്ക്രീൻ ബൈ ക്ലിക്കിംഗ് പ്രിൻറ്റ് സ്ക്രീൻ ഇൻ ദ കീബോർഡ്. കീബോർഡിലുള്ള പ്രിൻറ്റ് സ്ക്രീൻ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഫ്ലാഷ് എഫക്റ്റ് കാണാം. ഓക്കെ, അപ്പോൾ എന്താണ്, ഹോമിൽ ഹോം തുറന്നാൽ പിക്ചേഴ്സിൽ ആ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ നമ്മൾ എടുത്ത സ്ക്രീൻഷോട്ട് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യമാണ് റാസ്മോളിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്താണ്, ഡയമണ്ട് ആൻഡ് ഗ്രാഫൈറ്റ്, വജ്രം, ഗ്രാഫൈറ്റ് എന്നിവിടെ തന്മാത്രാ ഘടന നിരീക്ഷിക്കേണ്ട ഒരു നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫയലിൽ ഓപ്പൺ ചെയ്ത് ഇതുപോലെ ഡയമണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. diamond.pdb ഫയൽ ഉണ്ട്. അത് ഇതുപോലെ നമുക്കിങ്ങനെ ഓപ്പൺ ആക്കി വെക്കാം. ബോൾ ആൻഡ് സ്റ്റിക്ക് ആക്കി വെച്ചാൽ ഇത് ഡയമണ്ടിൻ്റെ PDB ഫയലാണ്. അതേപോലെ ഞാനിത് ഒന്നിൽ തന്നെയാണ് ഓപ്പൺ ചെയ്ത്, നിങ്ങൾ ചെയ്യുമ്പോൾ ഇൻഡിവിജ്വലായിട്ട് സെപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, അതേപോലെ ഗ്രാഫൈറ്റ് ഉണ്ട്. ഗ്രാഫൈറ്റിൻ്റെ ഇതേപോലെ നമുക്ക് ഓപ്പൺ ചെയ്ത് കളറൊക്കെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയ്തു നോക്കാൻ പറ്റും. അപ്പോൾ അതിന് ഡിഫറൻസ് ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് ലാബിൽ നിന്ന് നോക്കി സെപ്പറേറ്റ് എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് റാസ്മോൾ സോഫ്റ്റ്വെയർ. ഓക്കെ, അവിടെ ഒരു ആക്ടിവിറ്റി ഉണ്ട്, ലെറ്റ്സ് ഇവാലുവേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, വിലയിരുത്താം.
Which of the following files can be used to observe the molecular structure of a substance through Rasmol software? ഒരു പദാർത്ഥത്തിന്റെ തന്മാത്രാ ഘടന റാസ്മോൾ സോഫ്റ്റ്വെയറിലൂടെ നിരീക്ഷിക്കുന്നതിന് താഴെ പറയുന്ന ഏതു തരം ഫയലുകൾ ഉപയോഗിക്കാം? ഒരു സംശയം വേണ്ട, എന്താണ്, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. എന്താണ്? ഓപ്ഷൻ ബി, PDB. ഓക്കെ, PDB മീൻസ് യെസ്, പ്രോട്ടീൻ ഡാറ്റ ബാങ്ക്. PDB എന്ന എക്സ്റ്റൻഷനുള്ള ഫയലുകളാണ് നമ്മൾ റാസ്മോൾ സോഫ്റ്റ്വെയറിൽ ഓപ്പൺ ചെയ്തത്. PDB, പ്രോട്ടീൻ ഡാറ്റ ബാങ്ക്. അപ്പോൾ ഇത്രയാണ് റാസ്മോൾ സോഫ്റ്റ്വെയറിനെ കുറിച്ച് നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പാർട്ട് 1 ടെക്സ്റ്റ് കംപ്ലീറ്റ് ചെയ്തു അല്ലേ? ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ലാബിൽ ചെയ്തു നോക്കാം. അപ്പം എല്ലാവരും ടെക്സ്റ്റ് വായിച്ചു നോക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ചാപ്റ്റർ ആരംഭിക്കാം. നോട്ട്സ് കൃത്യമായിട്ട് എഴുതി വെക്കുക, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ എഴുതി വെക്കുക. എങ്ങനെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞ ദർ ഇസ് 4 എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർ ഇൻ ദിസ് ചാപ്റ്റർ അല്ലേ? എങ്ങനെയാണ്, ഹൗ ക്യാൻ ബി ഓപ്പൺ ദീസ് 4 സോഫ്റ്റ്വെയർസ് ആൻഡ് ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് ദിസ് സോഫ്റ്റ്വെയർ. എന്താണ് റാസ്മോൾ സോഫ്റ്റ്വെയർ എന്നും എന്താണ് ജിയോജിബ്ര എന്നും അതേപോലെ വേറെ എന്തൊക്കെ സോഫ്റ്റ്വെയർ നമ്മൾ സ്റ്റെലെയർ ചെയ്യുമെന്നും അതേപോലെ ജി പ്ലേറ്റ്സ് എന്നും, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ ഓക്കെ ചിൽഡ്രൻ, see you on next class. Okay, goodbye.